പ്രിയ കർഷക സുഹൃത്തുക്കളെ, കാർഡമം പ്ലാന്ററിന്റെ വേറിട്ടതും ഏറ്റവും പുതിയതുമായ ഒരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം, നമ്മളെല്ലാവരും ഏല കർഷകരാണ്, അതുപോലെ തന്നെ ഏലം ഉൽപാദകരുമാണ്. ഈ ഉൽപ്പാദിപ്പിച്ച ഏലം നമ്മൾ വിപണിയിൽ എത്തിച്ചതിന് ശേഷം അടുത്ത എന്താണ് പ്രോസസ്സ് നടക്കുന്നത്, അല്ലെങ്കിൽ ഇത് എക്സ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവരെന്താണ് ഇത് ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടാവും ഒരു പക്ഷേ നമുക്ക് ആരും അതിനെക്കുറിച്ച് വലിയ കാര്യമായിട്ടുള്ള കാര്യങ്ങൾ അറിയത്തില്ല എന്നുള്ളത് സത്യമാണ്. അപ്പോൾ നമുക്ക് ഈ വിഷയത്തെ പറ്റി കൂടുതലായിട്ടൊന്ന് പഠിക്കാം. ആദ്യമായിട്ട് നമുക്ക് നമ്മളുടെ സബ്ജക്റ്റിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ഏലക്ക നമ്മൾ ഗ്രേഡുകളെ പറ്റി പലരും കേട്ടിട്ടുണ്ടാവും. യഥാർത്ഥത്തിൽ എന്തൊക്കെയാണ് ഗ്രേഡുകൾ, എത്ര തരം ഗ്രേഡുകൾ ഉണ്ട്, അതിന്റെ വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്, ഏത് മാനദണ്ഡത്തിലാണ് നമ്മൾ ഗ്രേഡുകൾ നിശ്ചയിക്കുന്നത് എന്നുള്ളതിനെ പറ്റി നമുക്ക് കൂടുതലായിട്ടൊന്ന് പഠിക്കാം. പ്രധാനമായും നമുക്ക് 5 mm തൊട്ട്, അതായത് ഏറ്റവും കുറഞ്ഞ ഏറ്റവും ചെറിയ കാ തൊട്ട് 8 mm അല്ലെങ്കിൽ 8.5 mm 9 mm അടുത്ത് വരെയുള്ള കാ വരെയാണ് നമ്മൾ ഗ്രേഡ് ആയിട്ട് പറയപ്പെടുന്നത്. 5 mm 5.5 mm അല്ലെങ്കിൽ പാൻ എന്ന് പറയും, അതാണ് ഏറ്റവും കുറഞ്ഞ കായ. പിന്നെ നമ്മൾ കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന, അതായത് ഉണങ്ങിയെടുത്ത് വരുന്ന ആ കായ്ക്കകത്ത് എല്ലാ ഗ്രേഡുകളും അടങ്ങിയിരിക്കും. അതായത് ഈ 5 mm തൊട്ട് 8 mm വരെയുള്ള എല്ലാ ഗ്രേഡുകളും അടങ്ങിയിരിക്കും. അതിനെ നമ്മൾ പൊതുവെ ബൾക്ക് എന്നാണ് പറയുന്നത്. അപ്പം ഞാനൊരു എക്സാമ്പിൾ ആയിട്ട് നമ്മൾ ഇങ്ങനെ പറഞ്ഞു പോയി കഴിഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവണമെന്നില്ല. ഞാൻ എല്ലാത്തിൻ്റെയും ചെറിയ ചെറിയ സാമ്പിൾസ് എടുത്തു വെച്ചിട്ടുണ്ട്. എല്ലാ ഗ്രേഡുകളും ഇല്ലെങ്കിലും നമുക്കുള്ളത് നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. അതിനെപ്പറ്റി കൂടുതലായിട്ട് നമുക്കൊന്ന് വിശദമായിട്ട് പഠിക്കാം. ആദ്യമായിട്ട് നമ്മൾ പോകുന്നത് ബൾക്കിലേക്കാണ്. ബൾക്ക് എന്ന് പറയുന്നത് നമ്മൾ കർഷകർ ഫസ്റ്റ് എടുത്തു വരുന്ന ആ കായ്ക്കാണ് ബൾക്ക് എന്ന് പറയുന്നത്. അപ്പൊ ബൾക്കിലേക്ക് കടക്കാം. ബൾക്കിന്റെ വീഡിയോസിലേക്ക് നമുക്ക് പോവാം. നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ കായാണ് ബൾക്ക് എന്ന് പറയുന്നത്. ഒരുമാതിരി നമുക്ക് കർഷകർക്ക് എല്ലാവർക്കും തന്നെ ഈ കാ നല്ല സുപരിചിതമാണ്. നമ്മൾ ഏലം കാ ഉണക്കി വരുന്ന ആ കായാണിത്. നമ്മളിത് സോർട്ട് ചെയ്യുകയോ ഗ്രേഡ് ചെയ്യുകയോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. അത്യാവശ്യം ചൊറിയുണ്ട്, പൊട്ടലുണ്ട്, ഈ സൈഡെല്ലാം പൊട്ടി ഇരിക്കുന്ന ഇത് കണ്ടോ, ഇതാണ് നമുക്ക് ബൾക്ക് എന്ന് പറയുന്നത്. ഈ ബൾക്കിൽ ഏറ്റവും ചെറുത്, അതായത് ഏകദേശം ഈ ഗ്രേഡ്, ഈ കാണുന്ന അളവിലുള്ള ചെറിയ ചെറിയ കായ്ക്കാണ് നമ്മൾ പാൻ അല്ലെങ്കിൽ 5 mm 5 to 5.5 6 mm അടുത്ത് വരെയുള്ള കായായിട്ട് നമ്മൾ കണക്കാക്കപ്പെടുന്നത്. ഈ തരത്തിലുള്ള ഏറ്റവും ചെറിയ കായാണ് ഇത്. നമ്മൾ കറക്റ്റ് വലിപ്പമൊന്നും ആവണമെന്നില്ല. ഇത് മില്ലിമീറ്ററിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിതിനെ വേർതിരിക്കുന്നത്. നമ്മൾ അളക്കുന്ന പാത്രങ്ങളുണ്ട്, ഗ്രേഡിങ് സോർട്ടിങ് മെഷീനുകളുണ്ട്, ഇപ്പോൾ ആധുനികമായ ഒത്തിരിയധികം മെഷീനറീസ് ഉണ്ട്. അപ്പം ഈ കായാണ് 5.5 mm to 6 mm വരെ വരുന്ന കായ. ഇത് നമ്മൾ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് പൊടിച്ച് പൊടിയുമായി ബന്ധപ്പെട്ട് പൊടിയായിട്ട് ഉപയോഗിക്കുന്ന പർപ്പസുകളിലേക്കാണ് ഈ പറഞ്ഞ കായ നമ്മൾ പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത്. ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ കായ എന്ന് പറയുന്നത് 7 to 8 mm എന്ന് പറയുന്ന ഗ്രേഡാണ്. ഇത് എക്സ്പോർട്ട് ക്വാളിറ്റി ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അരികു പൊട്ടിയിട്ടൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് എക്സ്പോർട്ട് ക്വാളിറ്റിയിലേക്ക് പറയാൻ പറ്റത്തില്ല. എന്നാൽ ഇത് ചെറുതായിട്ടൊന്ന് വേർതിരിച്ചു കഴിഞ്ഞാൽ നമുക്കിത് എക്സ്പോർട്ട് ക്വാളിറ്റി ആയിട്ട് കൊടുക്കാം. കമ്പാരബിളി കളറൊക്കെ കുറവാണ്. ഇത് പുതിയ കായല്ല, ഇത് കുറച്ച് നാളായ കായാണ്. കമ്പാരബിളി കളറൊക്കെ കുറവാണെങ്കിൽ പോലും ഇതാണ് 7 to 8 mm ആയിട്ട് നമ്മൾ കണക്കാക്കപ്പെടുന്ന കായ. ഇതിനകത്ത് ഈ ചെറുതായിട്ട് വക്ക് പൊട്ടിയിട്ടുള്ളതും ചെറിയ ചൊറിയുള്ളതും ഒക്കെ ഉള്ള കായും കൂടെ ഒന്ന് ഗ്രേഡ് ചെയ്ത് സോർട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇത് 7 to 8 എക്സ്പോർട്ട് ക്വാളിറ്റി ആയിട്ട് തന്നെ കൊടുക്കാൻ പറ്റുന്ന കായാണ്. ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ കായാണ് 8 mm ബോൾഡ് എന്ന് പറയുന്ന കായ. കമ്പാരബിളി ഏറ്റവും കൂടുതൽ ആവശ്യക്കാരുള്ള ഒരു വെറൈറ്റി ഗ്രേഡാണ് ഈ 8 mm എന്ന് പറയുന്നത്. 8 mm ഇത് എക്സ്പോർട്ട് ക്വാളിറ്റി ആയിട്ട് തന്നെ പറയാം, കാരണം അധികം പൊട്ടിയതും ചൊറിയായിട്ടുള്ളതൊന്നും ഇല്ല. വിശദമായിട്ട് തന്നെ കാണാം. 8 mm ആണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് നമ്മൾ ഈ സീസണിൽ, അല്ലെങ്കിൽ ഈ തൊട്ട് കഴിഞ്ഞ സീസണിൽ ഏറ്റവും വലിപ്പമുള്ള കായായിട്ട് കണക്കാക്കപ്പെടുന്ന 8.5 to 9 mm എന്ന് പറയുന്ന ആ ഗ്രേഡിൽ വരുന്ന ഏലക്കയാണിത്. ഇപ്പം മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ വില ഉള്ള ഒരു ഗ്രേഡാണ് ഈ 8.5 എന്ന് പറയുന്ന ഈ ഒരു ഗ്രേഡ്. ഇത് ഏകദേശം എക്സ്പോർട്ട് ക്വാളിറ്റി ആയിട്ട് തന്നെ നമുക്ക് പറയാവുന്ന കായാണ് ഈ പറഞ്ഞ 8.5 mm. ഒത്തിരി അധികം ആവശ്യക്കാർ ഈ ക്വാളിറ്റിക്ക് ചോദിച്ചു വരാറുണ്ട്. നമ്മൾ ഈ ഏലക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ സുഗന്ധവ്യഞ്ജനമായിട്ട് മാത്രമല്ല, ഈ എക്സ്പോർട്ട് ചെയ്യുന്ന ഈ ഏലക്ക യഥാർത്ഥത്തിൽ ഈ അറബികളും യൂറോപ്യൻസും ഒക്കെ കൊണ്ടുപോയിട്ട് എന്താണ് ചെയ്യുന്നത് എന്ന് അറിയാനായിട്ട് എല്ലാവർക്കും താല്പര്യം ഉണ്ടാവുമല്ലോ. അപ്പൊ നമുക്ക് അതിനെപ്പറ്റി കൂടുതലായിട്ട് ഒന്ന് അറിഞ്ഞാലോ. അറബിക് കോഫി എന്നറിയപ്പെടുന്ന ഖാവ അല്ലെങ്കിൽ കാവ, ഒമാൻ കാവ എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു കോഫിയുണ്ട്. ഒരു പരമ്പരാഗതമായ ഒരു അറബിക് കോഫി. അവർ കാപ്പിപ്പൊടിയേക്കാൾ കൂടുതൽ ഏലക്കാപ്പൊടിയാണ് ഈ
കോഫിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഏലക്കാപ്പൊടി ചേർത്തിട്ടാണ് ഈ പാനീയം തയ്യാറാക്കുന്നത്. അതിഥികളെ സ്വീകരിക്കാനും മറ്റുള്ള സൽക്കാര വിരുന്നു ചടങ്ങുകൾക്കാണ് ഇവര് ഏറ്റവും കൂടുതലായിട്ട് ഇത് ഉപയോഗിക്കുന്നത്. നമ്മൾ ഗൾഫ് രാജ്യങ്ങളെ പോലെ തന്നെ യൂറോപ്യൻ രാജ്യങ്ങളിലെ കാര്യങ്ങളും പറഞ്ഞല്ലോ. യൂറോപ്യൻ രാജ്യങ്ങളിൽ, പ്രത്യേകിച്ച് സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിൽ, ഫിൻലൻഡ്, സ്വീഡൻ തുടങ്ങിയ രാജ്യങ്ങളിലേക്കൊക്കെ ഏറ്റവും കൂടുതൽ ഈ ഏലക്ക കൊണ്ട് ഉപയോഗിക്കുന്നത് ഭക്ഷ്യവസ്തുക്കളിലാണ്. പ്രത്യേകിച്ച് ബ്രെഡ്, കേക്ക്, ബിസ്ക്കറ്റ് ഐറ്റംസ് തുടങ്ങിയ ബേക്കറി ഐറ്റംസിലാണ് മെയിനായിട്ട് ഇവർ ഏലക്ക ഉപയോഗിക്കുന്നത്. പിന്നെ എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ നമ്മുടെ ഏഷ്യൻ വിഭവങ്ങളായ ബിരിയാണി, ഇറച്ചി വിഭവങ്ങൾ എന്നിവയിലെല്ലാം രുചി വർദ്ധിപ്പിക്കാനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ മെയിനായിട്ടും ഫാർമസ്യൂട്ടിക്കൽ കമ്പനീസ് ഔഷധ നിർമ്മാണത്തിനായിട്ടാണ് ഏലക്ക ഉപയോഗിക്കുന്നത്. പ്രത്യേകിച്ച് വിദേശ രാജ്യങ്ങളിൽ മരുന്ന് കമ്പനികളിൽ ഏലക്കയുടെ സത്ത് അഥവാ എക്സ്ട്രാക്റ്റ് പല ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ദഹന സംബന്ധമായ ആവശ്യങ്ങളായിട്ടുള്ള മരുന്നുകൾക്ക് വേണ്ടിയിട്ട്, ഗ്യാസ്, അസിഡിറ്റി തുടങ്ങിയ പ്രശ്നങ്ങൾക്കായിട്ടുള്ള മരുന്നുകൾ, വായ്നാറ്റം അകറ്റാനുള്ള മരുന്നുകൾ, മൗത്ത് വാഷ് ആയിട്ടൊക്കെ, പിന്നെ ചൂയിങ്ങുമായിട്ട് എന്നിങ്ങനെ ഈ പറഞ്ഞ ഫാർമസ്യൂട്ടിക്കൽ ആവശ്യങ്ങൾക്കായിട്ട് ഏലക്ക ഉപയോഗിക്കുന്നുണ്ട്. അടുത്തതായിട്ട് ഏലക്ക ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് സുഗന്ധ ദ്രവ്യമായിട്ടാണ്. അതൊരു വലിയ വ്യവസായമായിട്ട് തന്നെ നമുക്ക് കണക്കാക്കപ്പെടുന്ന ഒരു കാര്യമാണ്. ലോക പ്രശസ്തമായ പല പെർഫ്യൂമുകളിലും ബ്രാൻഡുകളിലും എല്ലാം തന്നെ ഈ ഏലക്കായുടെ ഈ ഒരു സ്പൈസി സ്മെല്ല് നിലനിൽക്കാൻ വേണ്ടിയിട്ട് അവർ ഉപയോഗിക്കുന്നുണ്ട്. കാഡമ ഓയിൽ ഉപയോഗിച്ചാണ് ഇവർ ഈ കാര്യങ്ങളെല്ലാം തന്നെ ചെയ്തെടുക്കുന്നതെന്നുള്ളത് വലിയൊരു പ്രത്യേകതയാണ്. മാത്രമല്ല സോപ്പുകളിൽ എല്ലാം തന്നെ ഇത് വളരെയധികം കൂടുതലായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ചുരുക്കി പറഞ്ഞ നമ്മുടെ ഈ ഏലക്ക എല്ലാ രാജ്യങ്ങളിലും പോയി ഒരു പ്രീമിയം ഐറ്റമായി പല രൂപത്തിലും പല ഭാവത്തിലും മാറി നമ്മളിലേക്ക് തിരിച്ചെത്തുന്നു എന്നുള്ളത് വളരെ വലിയ ഒരു വസ്തുതയാണ്. അപ്പോൾ ഈ ഒരു അധ്യായം എല്ലാവർക്കും തന്നെ ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുന്നു. ഇത്തരത്തിലുള്ള വ്യത്യസ്തമായ വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ പുതുമയാർന്ന പുതിയൊരു അധ്യായവുമായി വീണ്ടും കാണാം. സൈനിങ് ഓഫ് ഫ്രം കാർഡമം പ്ലാന്റർ, ഇടുക്കി.